അത് പെട്രോളിൻ്റെ വില വർദ്ധിച്ചപ്പോൾ അതിൻ്റെ ടാക്സ് കുറയ്ക്കണം, സംസ്ഥാനത്തിൻ്റെ ടാക്സ് ഇളച്ചു കൊടുക്കണം എന്നുള്ള ആവശ്യം പറഞ്ഞുകൊണ്ടാണ്. സാർ, അദ്ദേഹം അത് പറഞ്ഞൊരാളെന്ന നിലയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വർദ്ധിച്ച അധിക നികുതി സംസ്ഥാനത്തിന് കിട്ടുന്നത് ഇളച്ചു കൊടുക്കുന്നത് ജനങ്ങളോടുള്ള മര്യാദയാണ് എന്ന് പറഞ്ഞ് അന്ന് സമരം ചെയ്ത മുഖ്യമന്ത്രി അത് സംബന്ധിച്ചുള്ള നിലപാട് പറയണ്ടേ? വേണം അത് വേണം, അതില്ലാതെ പറ്റുകയില്ല. രണ്ടിലൊന്നറിയണം, അതാണ് കറക്റ്റ്. സമീർ സാർ സൂപ്പർ. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുന്ന ആളാണ് എന്ന് തെളിയിക്കാൻ പറ്റും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വാക്ക് പ്രധാനമാണെന്ന് മാത്രം. വടി കൊടുത്ത് അടി പേടിക്കാതെ ശാന്ത. ഇങ്ങനെയുള്ള ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് പവർ വരുന്നത്. ഞാൻ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഫുൾ പവർ പിടിക്കട്ടെ. കഴിഞ്ഞ സർക്കാരിന് 3100 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടുണ്ട്. 1 രൂപ കുറച്ചിട്ടില്ല. ഒരു ആവശ്യത്തെ പറഞ്ഞു പോയെന്ന് വെച്ച് ഇനി അതിനെ പിടിച്ചു കയറിക്കോ. അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക് പറഞ്ഞ മറുപടി സഭാരേഖകളിലുണ്ട്. അത്തരം മണ്ടത്തരങ്ങൾ ഞങ്ങൾ കാണിക്കില്ല എന്ന് പറഞ്ഞു. നികുതി കുറയ്ക്കുന്ന എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട, ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ റെക്കോർഡിൽ എനിക്ക് എന്റെ മനസ്സിലുണ്ട്. നികുതി കുറയ്ക്കുന്ന മണ്ടത്തരങ്ങൾ ഇടത് സർക്കാർ കാണിക്കില്ല എന്ന് ഇടത് സർക്കാരിന്റെ മുൻ ധനകാര്യമന്ത്രി ഈ സഭയിൽ വന്ന് സംസാരിച്ചാണ്. ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും കുടുങ്ങി. നിനക്ക് ഒരു വിചാരമുണ്ട്, നീ വലിയ ബുദ്ധിമാനാണെന്ന്. അപ്പൊ എന്നോട് മണ്ടത്തരം ചെയ്യാൻ വേണ്ടിയിട്ടാണോ മുൻ ധനകാര്യമന്ത്രി എന്നെ ഇപ്പൊ ഉപദേശിച്ചത്? അതാണ് അതല്ല ഉദ്ദേശം. നമ്മൾ ഈ നാണം കേട്ടല്ലോ. ഇപ്പൊ പറഞ്ഞല്ലോ, ഈ പൈസ എടുത്ത് കൊടുക്കാൻ പറഞ്ഞല്ലോ. നിങ്ങളുടെ കടം തീർക്കണ്ടേ? 2893 കോടി രൂപ നിങ്ങൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൊടുക്കാനുണ്ട്. പേര് പറഞ്ഞപ്പോഴത്തേക്കും പറ്റുവെടുത്ത് കാണിക്കാം. ഇത് പറ്റിക്കണ പറ്റുവെക്കണം. അങ്ങ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്ലാൻ ഉണ്ടല്ലോ, അതാണല്ലോ ഇപ്പൊ ഞങ്ങളുടെ തോളത്തിരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ വിശദമായി. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ഇപ്പൊ ഞാൻ സ്വല്പം പുറകോട്ടാ, പക്ഷെ നാളെ ഞാൻ മുന്നോട്ട് കുതിക്കും. ഒരു ധവളപത്രം സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് വരുന്നുണ്ട്. ഇനി ഈ ഒരു സാധനത്തിന്റെ കുറവും കൂടെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ വിട്ടേക്ക്, എന്റെ പൂർവ്വചരിത്രം ഇവിടെങ്ങാനും പറഞ്ഞാൽ അതോടെ എല്ലാം തീരും. മനസ്സിലായോ? വരുന്നുണ്ട്. ഇതിനൊക്കെയുള്ള മറുപടി അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ പറഞ്ഞതിനൊക്കെയുള്ള മറുപടി, കൃത്യമായ മറുപടി അതിൻ്റെ അകത്തുന്നുണ്ട്. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.